വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളോട് ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വേറൊന്നുമല്ല, എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. എൻ്റെയും കുറേ നാളത്തെ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. ഞാനും സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. അതായത് യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ പൊട്ടിക്കാൻ അധികം ഫണ്ട് കാര്യങ്ങളൊന്നുമില്ല. സോ അങ്ങനെ റിസർച്ച് ചെയ്ത് ഞാൻ ഫൈനലി വന്നിട്ടുള്ളത് സ്ട്രീറ്റ് ഫുഡ് ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ്. സോ ഹെൽത്തി ആയിട്ട് എങ്ങനെ ആളുകളിലേക്ക് സ്ട്രീറ്റ് ഫുഡ് നമുക്ക് എത്തിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് എത്താനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും വൈകിട്ട് ചായ കുടിക്കുന്ന ഒരാളാണ് ഞാൻ. ചായ മാത്രമല്ല, പലഹാരങ്ങളും ഞാൻ കഴിക്കാറുണ്ട്. പക്ഷേ നമ്മൾ ഈ കഴിക്കുന്ന പലഹാരം എത്രത്തോളം ഹെൽത്തി ആണ് എന്നുള്ളത് ഞാൻ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ, എനിക്ക് ഡയബറ്റിക് വന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ വന്നത്. കുറേ പേർക്ക് അങ്ങനെ വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട എന്നുള്ളതല്ല, നമ്മളും നമ്മുടെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സോ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് നമ്മളുണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന പല പലഹാരങ്ങളും, അതായത് സ്നാക്സ്, ഈവനിങ് സ്നാക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അത്ര അൺഹെൽത്തി ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ പരിപ്പ് വട, പഴംപൊരി, ഉള്ളിവട, നെയ്യപ്പം, ഇതെല്ലാം എണ്ണയിലോ അല്ലെങ്കിൽ വറുത്തിട്ട് ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. സോ ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ആ നല്ല എണ്ണ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പലഹാരങ്ങൾ ഒരു 10, 20, 12 രൂപയ്ക്കൊന്നും നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഞാനിത് അന്വേഷിച്ച് പോയപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പാം ഓയിലോ അല്ലെങ്കിൽ ലോ കോസ്റ്റ് ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു പ്രൈസിൽ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ആദ്യം ഫസ്റ്റ് മനസ്സിലായ കാര്യം. സോ നമ്മൾ റേറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങൂല. സോ കടക്കാരെ ഉണ്ടാക്കി വിൽക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല, അവർ അത് അങ്ങനെ ചെയ്യേണ്ടി നിർബന്ധിതരാകും. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എന്തുകൊണ്ട് വിത്തൗട്ട് ഓയിൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ആലോചന വന്നത്. അങ്ങനെ ഹെൽത്തി ആയിട്ട് കൊടുക്കാം എന്നുള്ള ആലോചന ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ വേറൊരു കാര്യം, നമുക്ക് ഈ സാലഡ്സ് അതേപോലെ കട്ട് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആളുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലൊരു ഓപ്ഷനല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പം എൻ്റെ ഈ ഒരു ഐഡിയ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക, സജഷൻസ് പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.